നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ റൈഫിൾ ക്ലബിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആഷിഖ് കപൂറിൻ്റെ പുതിയ സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. ഒരു വലിയ എൻസെമ്പിൾ കാസ്റ്റ് ഇതിനകത്തുണ്ട്. പക്ഷെ ആരും ടോപ്പ് ടയർ സ്റ്റാർസ് ഒന്നും ഇല്ല സിനിമയ്ക്കകത്ത്. ആകെ ഇതിൻ്റെ ഇറങ്ങിയ ഒരു ട്രെയിലർ ഒരു സോങ്ങും ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് രണ്ടും നല്ല അടിപൊളിയായിരുന്നു. സത്യം പേഴ്സണലി എനിക്ക് അത് രണ്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടും പിന്നെ എനിക്ക് ആഷിഖ് കപൂറിൻ്റെ മേക്കിംഗ് സ്റ്റൈലും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒബിയസ്ലി വ്യാഴാഴ്ച ഫസ്റ്റ് ഡേ തന്നെ കയറി. പിന്നെ മാത്രമല്ല എനിക്ക് PVR പാസ്പോർട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ OD6 PVR ലുലു OD6 ഡോൾബി അറ്റ്മോസ് 4K സ്ക്രീനിലാണ് കണ്ടത്. PXൽ കാണണമെന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. പക്ഷേ മോർണിംഗ് ഷോ അവർ ഇപ്പോൾ പൊതുവേ അവിടെ ഫസ്റ്റ് ഡേ മോർണിംഗ് ഷോ വലിയ സിനിമകൾക്ക് പലതിനും അവിടെ പ്രീവ്യൂ ഷോസ് ഉണ്ടാവുന്നതുകൊണ്ട് മോർണിംഗ് ഷോയ്ക്ക് നമുക്ക് സാധാരണക്കാർക്ക് ടിക്കറ്റ് എടുത്ത് തരാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് PXL കണ്ടില്ല. പിന്നെ പാസ്പോർട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ OD6 പോയി കണ്ടു. പിന്നെ അടുത്ത ദിവസം തന്നെ അടുത്ത ലാൻഡ് കിങ് റിലീസ് ആവുന്നതുകൊണ്ട് ഒബിയസ്ലി അവർക്ക് റൈഫിൾ ക്ലബ്ബ് PXL ഇല്ല. പക്ഷേ PXL പോലത്തെ ഒരു 4K ലേസർ അറ്റ്മോസ് സ്ക്രീനിൽ കാണാൻ പറ്റിയ കിടിലം പടമാണ്. ഇതിൻ്റെ കളേഴ്സും ഇതിൻ്റെ മേക്കിങ്ങും ഇതിൻ്റെ സൗണ്ടും എല്ലാം പെർഫെക്റ്റ് ആണ് അതിന് വേണ്ടി. സോ നമുക്ക് റിവ്യൂയിലേക്ക് വരാം. അപ്പോൾ റൈഫിൾ ക്ലബ്ബ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ ആഷിഖ് കപൂറിൻ്റെ കരിയർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ ഇതുവരെ ഇറങ്ങിയ എല്ലാ സിനിമകളും നല്ലതോ ചീത്തയോ പേഴ്സണലി എനിക്ക് സിനിമകളെല്ലാം ഒന്നും ഇഷ്ടമൊന്നും അല്ലെങ്കിലും പുള്ളിയുടെ വർക്ക് എനിക്ക് ഇഷ്ടമാണ് ടെക്നിക്കലി. കാരണം ഇപ്പോൾ പുള്ളിയുടെ അതാണ് ഫസ്റ്റ് പടം മമ്മൂട്ടിയുടെ പുള്ളിയൊരു എന്തോ ഡാഡി ആ സിനിമയുടെ മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വൈറ്റിലിൽ ഒരു അടിപൊളി പോസ്റ്റർ. സാധാരണ നമ്മുടെ അത്രയും കളർഫുൾ ആയിട്ടുള്ള സ്റ്റൈല് വലിയ പോസ്റ്റേഴ്സ് സാധാരണ ഞാൻ അങ്ങനെ അങ്ങനത്തെ പോസ്റ്റേഴ്സ് ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിന്. അപ്പോൾ അതൊരു ഭയങ്കര സംഭവമായിരുന്നു. വൈറ്റിലിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേനും ഈ വലിയ പോസ്റ്റർ നല്ല ഭംഗിയുള്ള ആ പോസ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പടം ഒബിയസ്ലി ഭയങ്കര നല്ല ഗംഭീര പടമൊന്നും അല്ലായിരുന്നു. പക്ഷേ ഭയങ്കര സ്റ്റൈലൈസ് ആയിട്ട് എടുത്തൊരു സിനിമയായിരുന്നു. പക്ക ഒരു ബോളിവുഡ് സിനിമ കാണുന്ന ഒരു ഫീലായിരുന്നു. കളേഴ്സും ബ്രൈറ്റ്നസ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു രസമുള്ള കാണാൻ രസമുള്ള സിനിമയായിരുന്നു. ബട്ട് മൂവി വാസ് നോട്ട് ഗുഡ്. ബട്ട് പുള്ളിയുടെ അങ്ങനെ കരിയറിൽ പുള്ളി നല്ലത് ചീത്തയായ പല പല പടങ്ങൾ എടുത്തിട്ടുണ്ട്. എനിക്ക് പുള്ളിയുടെ കരിയറിൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ ആയിരിക്കണമെന്നില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായ സിനിമയിലാണ് ഇടുക്കി ഗോൾഡ്. ഒബിയസ്ലി അതിന് ഭയങ്കര ചീത്ത അഭിപ്രായം ഉണ്ടായിരുന്നു ഫോർ പ്രൊമോട്ടിങ് ഡ്രഗ്സ് എന്നൊരു കംപ്ലൈൻറ്റ് അതിനുണ്ടായിരുന്നു. ബട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് പോയത്. നല്ല ഒരു വൈബ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക്. നൊസ്റ്റാൾജിയും ഒരു ഫൺ മൂവിയായിരുന്നു അത്. എനിക്ക് പേഴ്സണലി മയനദിയൊക്കെ ഇഷ്ടമാണെങ്കിലും എനിക്ക് പേഴ്സണലി പുള്ളിയുടെ ഇഷ്ടമുള്ള സിനിമയാണ് ഈ പറയുന്ന ഇടുക്കി ഗോൾഡ്. ഈ സിനിമയ്ക്ക് ഇടുക്കി ഗോൾഡിന് സിമിലാരിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇടുക്കി ഗോൾഡ് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഡ്രഗ്സിനെ കുറിച്ചാണെങ്കിൽ ഈ സിനിമ പറയുന്നതും ഇതുപോലെ റിലേഷൻഷിപ്പിനും ഒബ്സഷനും തമ്മിലുള്ളതാണ്. അതായത് റിലേഷൻഷിപ്പ് ഇവിടെ ഫാമിലി റിലേഷൻഷിപ്പും ഒബ്സഷൻ ഈസ് ഗൺസ്. ഓക്കെ, സിനിമയുടെ പേര് റൈഫിൾ ക്ലബ് എന്നാണ്. ഒബ്വിയസ്ലി വി ഷുഡ് എക്സ്പെക്ട് ഗൺസ്. ആൻഡ് അവർ തന്ന പ്രോമിസിന് അവർ പൂർണ്ണമായും അവർ കംപ്ലീറ്റ്ലി എഗ്രി ചെയ്തു. സത്യം പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു വൈബ് മൂവി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ടോട്ടലി ഫ്രം ഫസ്റ്റ് ഫ്രെയിം ടു ലാസ്റ്റ് ഫ്രെയിം ടോട്ടലി അടിപൊളി സിനിമ. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് സിനിമയാണത്. എനിക്ക് ഇതുപോലത്തെ ഇതാണ് എനിക്ക് പറ്റിയൊരു മാസ് പടം എനിക്കൊന്ന് തോന്നിയത്. അത് ടോപ്പ് ടു ബോട്ടം ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടമല്ലാത്തൊരു ചെറിയ കാര്യം, എല്ലാ സിനിമയും പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും ആ ഒരു വൈബ് ഈ സിനിമ എൻ്റെ കീപ്പ് ചെയ്ത്. മ്യൂസിക് ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈലാണെങ്കിലും ഷോർട്സ് ആണെങ്കിലും കളറിങ് ആണെങ്കിലും എല്ലാ രീതിയിലും ഇറ്റ് വാസ് സോ നൈസ് ടു വാച്ച് ദിസ് മൂവി. ആക്ച്വലി ഞാൻ എന്തായാലും ഇത് രണ്ടാമത് കാണും ലേസർ സ്ക്രീനിൽ. അൺഫോർച്യുനേറ്റ്ലി PXL കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് മിക്കവാറും വനിതയിൽ ഞാൻ എന്തായാലും ഒന്നും കൂടി പോയി കാണും. ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ് ഭയങ്കര രസമുള്ള സിനിമയാണ് തിയേറ്ററിൽ നിന്ന് കാണാൻ. എല്ലാവരും അടിപൊളിയാണ്. ഇപ്പോൾ ആക്ടേഴ്സ് എല്ലാവരും അടിപൊളിയാണ്. ഒരു സീനുള്ള ആൾക്കാരാണല്ലോ 5 സീനുള്ള അടിപൊളിയാണ്. അതായത് ദിലീഷ് പോത്തനാണ് ഏറ്റവും കുറേ കൂടി 5 സീനുള്ളത്. പിന്നെ നമ്മുടെ RDXൽ വില്ലനായിട്ട് അഭിനയിച്ച പുള്ളി പേരിൻ്റെ വായിൽ തന്നെയില്ല, പുള്ളി അടിപൊളിയായിരുന്നു. വിജയരാഘവന് കുറച്ച് സീൻസേ ഉള്ളൂ. പുള്ളി ഒന്നാലോചിക്കും, പുള്ളിക്ക് കാല് വയ്യാത്ത ആളായിട്ട് അഭിനയിക്കണം. സ്റ്റിൽ പുള്ളി എന്തും മാസമായിട്ടാണ് പുള്ളി 2-3 സീനുകൾ ഡയലോഗ് പറയുന്നത്. അടിപൊളിയാണ് പുള്ളി. ദിലീഷ് പോത്തൻ ആക്ച്വലി ഒന്നും പറയാണ്ട് തന്നെ ജസ്റ്റ് 2 വേർഡിലൂടെ തന്നെ പുള്ളി ഒരു ബൂസ്റ്റ് കൊടുക്കുന്നതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പെണ്ണുങ്ങൾക്കാണെങ്കിലും നല്ല രീതിയിൽ വാണി വിശ്വനാഥ് ആക്ച്വലി ഇങ്ങനത്തെ സിനിമകൾക്ക് പുള്ളിക്കാരത്ത് തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു സിനിമയ്ക്ക് അടുത്ത ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സിനിമ. അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി കമൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും പുള്ളിക്കാരത്ത് ഇതുപോലെ സിനിമകൾ പുള്ളിക്കാരത്ത് പൊളിയായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഭയങ്കര നല്ല കാസ്റ്റിംഗ് ആണ് സിനിമക്കകത്തിൻ്റെ. ഇല്ല, സർപ്രൈസ് കാസ്റ്റിംഗ് എനിക്ക് ഹനുമാൻ കൈൻഡ് ആയിരുന്നു. നമ്മുടെ റാപ്പർ ഹനുമാൻ കൈൻഡ് ബിഗ് ഡോഗ്സ് പുള്ളിക്കാരനെ എനിക്കൊരു ഭയങ്കര സർപ്രൈസ് കാസ്റ്റിംഗ്. ആക്ച്വലി പുള്ളി പക്കായിരുന്നു സിനിമക്കകത്ത്. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് സിനിമയ്ക്ക് ഭയങ്കര ആപ്റ്റായിരുന്നു. പുള്ളി അടിപൊളിയായിട്ട് ചെയ്യുകയും ചെയ്തു സത്യം പറഞ്ഞാൽ. സോ ഇതുപോലത്തെ ടൈപ്പ് സ്റ്റൈൽ സിനിമകൾ ചിലപ്പോൾ നമുക്ക് ഇനിയും പുള്ളിനെ പ്രതീക്ഷിക്കാം.
പുള്ളിക്ക് ആ ഒരു സ്വാഗൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ സാധനം ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ട് പുള്ളിക്ക്. പിന്നെ അനുരാഗ് കശ്യപ് ഈ സിനിമക്കകത്ത് ആക്ച്വലി നല്ലതായിരുന്നു. ബട്ട് പ്രോബ്ലം ഈസ് ദാറ്റ് പുള്ളിയാണ് ഈ സിനിമയിൽ വേറൊരു പ്രോബ്ലം, പുള്ളിയുടെ റൈറ്റിംഗ്. എനിക്ക് തോന്നുന്ന ഈ സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ ഇതിലെ വില്ലനാണ്. കാരണം ഇതിലെ വില്ലൻ അവസാനത്തെ 10 മിനിറ്റ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തന്നില്ല എന്നാണ് സത്യം. പടത്തിൻ്റെ വൈബിനനുസരിച്ച് ഇങ്ങനെ പോയി ആക്ച്വലി ഒരു മെലോഡോൺ ക്ലൈമാക്സ് പോലെ എനിക്ക് തോന്നിയത്. എക്സ്പെക്റ്റഡ് മച്ച് ബെറ്റർ ക്ലൈമാക്സ് എന്ന്. അത് മച്ച് ബെറ്റർ ക്ലൈമാക്സ് വരാത്ത റീസൺ വില്ലൻ അവരെന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കിയിട്ടും വില്ലൻ ഒരു വില്ലനെസ്സും കാണിക്കാനുള്ളതില്ല. ദേ വർ ഈസിലി വിന്നിങ് എന്നൊരു ഫീല് നമുക്ക് കിട്ടി സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ മെയിൻ പ്രശ്നം അതാണ്. ദേ വർ വിന്നിങ് ഈസിലി. ഓക്കെ, നമുക്ക് ആ ഒരു ചലഞ്ച് ആണ് അവർക്കത് എന്ന് നമുക്കൊരു ഫീല് കിട്ടിയില്ല. കാരണം വില്ലന്മാർ വലിയ ഇന്ന സൈഡിൽ നിന്ന് വരുന്ന വലിയ ഡോണിൻ്റെ മക്കളും വലിയ ആൾക്കാരായിട്ട് വരുമ്പോൾ വി എക്സ്പെക്റ്റഡ് സംതിങ് മോർ. അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് കുറച്ചും കൂടി ഒരു ഭീകരമായ ഫൈറ്റ് അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പ്, ഇവർക്കൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു. അപ്പം നമുക്ക് ആ ഒരു വി വാണ്ട് ദം ടു ഗിവ് ദം ബാക്ക് എന്നൊരു ആ ഫീലില്ലേ, അത് ഈ സിനിമയ്ക്ക് തരാൻ പറ്റിയില്ല ആക്ച്വലി. അതാണ് ഈ സിനിമയുടെ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ക്ലൈമാക്സ് ഈ സിനിമ ഉടനീളം കീപ്പ് ചെയ്തൊരു ഹൈ ഉണ്ട്. എനിക്ക് ആ ഹൈ ആക്ച്വലി ആ ക്ലൈമാക്സിൽ കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. ബട്ട് അതർവൈസ് ഞാൻ ടോട്ടലി എൻജോയ് ചെയ്തൊരു സിനിമയാണത്. മ്യൂസിക് അടിപൊളിയാണ്, എക്സ്വിജൻ്റെ മ്യൂസിക്. അതിൽ ആ ഫസ്റ്റ് പാട്ട് കൂടെ പൊളിയായിട്ടുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞാൽ ആ പാട്ട്. ഞാൻ ഓബ്വിയസ്ലി യൂട്യൂബിൽ കേട്ടപ്പോൾ തന്നെ ഇഷ്ടമായ പാട്ടാണ്. പക്ഷേ തിയേറ്ററിൽ കേൾക്കുമ്പോൾ അതിന് പ്രത്യേക ഫീലാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രസമാണ്. ആഷിക് കപൂറാണ് എൻ്റെ ക്യാമറ ചെയ്തത്. ഹി ഡിഡ് റിയലി ഗുഡ് ജോബ്. ആരൊക്കെ പറയും, ഞാൻ ഏതൊക്കെ റിവ്യൂവിൽ വായിച്ചു അമൽ നീരദ് പടം ചെയ്തതെന്നോ, അമൽ നീരദ് ഈ പടം ചെയ്തിരുന്നത് ഇങ്ങനെ ആവില്ലല്ലോ പടം. അത് ആഷിക് കപൂർ ചെയ്ത പടമാണ്. ആ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു. അതുകൊണ്ട് വേറൊരാൾ ചെയ്താൽ അത് കുറച്ചും കൂടി നന്നാവുമെന്നൊന്നും എനിക്ക് തോന്നിയില്ല. ഒബ്വിയസ്ലി എൻ്റെ റൈറ്റിംഗ് എങ്ങനെയാണ്. പിന്നെ എൻ്റെ ഡയലോഗ്സ് രസമുള്ള ഡയലോഗ്സാണ്. ഇടയ്ക്കൊക്കെ ചില ഡയലോഗ് നമുക്ക് ചിരിയൊക്കെ വരും. പക്ഷെ ചില ഡയലോഗ് പറയുമ്പോൾ എനിക്ക് തോന്നിയത് ദേ ആർ ട്രൈങ് നോട്ട് ടു ക്രോസ് ദ ബാർ. ഒരു ലൈൻ ക്രോസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് പറയുന്ന പോലെയും തോന്നി. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഫണ്ണി. ഡയലോഗ്സ് എല്ലാം ഒരു രസമുണ്ടായിരുന്നു. ചില സീനൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഈ ബാറിനകത്ത് ഹനുമാൻ കൈൻഡ് കയറി വന്ന് ഇവർ ചീട്ട് കളിക്കുന്ന സമയത്ത് പുള്ളി വന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ അവരുടെ റിയാക്ഷൻ ഷോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമയ്ക്കകത്ത്. ദാറ്റ് സെറ്റ് ദ ടോൺ ഫോർ മീ. ഈ പടത്തിൻ്റെ രസമാണ് ഈ സിനിമ. എല്ലാവരും രസമാണ്. സുരേഷ് കൃഷ്ണനാണെങ്കിലും ഇതിന് എല്ലാവരുടെയും പേരെടുത്ത് വെച്ചാൽ ഒരുപാട് ലിസ്റ്റ് ഉണ്ട് ഇങ്ങനെ. അപ്പോൾ എല്ലാവരും രസമാണ്. എനിക്കറിയാം കുറേ പേര് കണ്ടിട്ടുണ്ടാവും എന്നുള്ള. ആക്ച്വലി വേറൊരു സിനിമ കൂടി ഇറങ്ങിക്കൊണ്ട് അതിനും നല്ല ഹൈപ്പുള്ളതുകൊണ്ട് യൂത്തന്മാർ കൂടുതൽ ആ പടത്തിന് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ പ്രൊമോഷൻ വളരെ മോശമായിരുന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സിനിമ ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും നിങ്ങൾക്കൊരു സ്റ്റാർ ഇല്ല, സ്റ്റാറിൻ്റെ വാല്യൂ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കയറ്റാൻ ഇല്ല എന്ന് മനസ്സിലാവുമ്പോൾ അത്യാവശ്യം പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരെ തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. തിയേറ്റർ എക്സ്പീരിയൻസ് കിടുവാണ്. എന്നെ നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യരുത്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെയാണ് കണ്ടത്? നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കറിയാൻ നല്ല താല്പര്യമുണ്ട്. എന്നാലും അതിനെക്കുറിച്ച് നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.